നമസ്കാരം, ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഐറ വാട്ടർഫോൾസ് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടത് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ചെറിയൊരു വ്യൂ മാത്രമാണ് കേട്ടോ. കിടിലം വ്യൂ എവിടെയാണെന്ന് വെച്ചാൽ അത് വീഡിയോയിലേക്ക് വരുന്നേ ഉള്ളൂ. നമുക്ക് എന്നാൽ പിന്നെ ഒരു ട്രക്കിംഗ് ചെയ്ത് താഴെ വന്ന് ഇത് ഫുള്ള് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാർ പാർക്ക് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ടിക്കറ്റ് മെഷീനിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ വഴിയിലൂടെ നമുക്ക് താഴേക്ക് പോകണം. ABCD വായിക്കാൻ പഠിക്കുവാണ്. എന്താണ് ഇതെന്താണ്? സ്മോൾ ലെറ്റേഴ്സ് അറിഞ്ഞുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ അറിയാം. നിനക്കറിയാം, അവക്കറിയാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ അറിയാവൂന്ന്. ഇത് കുറേ ദൂരം താഴോട്ട് പോകണ്ടത്. ക്ലൈമറ്റ് പക്ഷേ വിചാരിച്ച ഒരു പോസിറ്റീവ് അല്ലല്ലേ ക്ലൈമറ്റ്? ഇല്ല, ഇത്തിരി തണുപ്പുണ്ട്, കാറ്റുമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയൊരു മരം ഇങ്ങനെ വീണ് കിടപ്പുണ്ടേ. അപ്പോൾ അത് എടുത്തു മാറ്റാതെ അതുവഴി പോകാനായിട്ട് വഴി അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയൊക്കെയാണ്. ദൂരെയായിട്ട് നമുക്ക് ആ ലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അറിയാൻ പറ്റുന്നില്ല അല്ലേ ലേക്കാണെന്ന്. ഭയങ്കര ബ്ലാക്ക് കളർ. ബ്ലാക്ക് ഷീപ്പ് ഉണ്ട്, വൈറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഈ കാണുന്ന പാർക്ക് പ്രോ കാർ പാർക്ക് വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് പാർക്ക് ചെയ്ത് നമ്മൾ വന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇവിടെ വേറൊരെണ്ണം ഉണ്ട്. ഐറ ഫോൾസ് കാർ പാർക്ക് എന്ന് പറയുന്ന ഒരു കാർ പാർക്കുണ്ട്. അപ്പോൾ അത് വരുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏത് വഴി വന്നാലും നമ്മൾ ഇവിടെ നിന്നുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിലേക്ക് കൂടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് വാട്ടർഫോളിൻ്റെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ വാട്ടർഫോളിൽ പോകാനായിട്ട് രണ്ട് വഴിയുണ്ട് കേട്ടോ. ഒന്നിൽ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ കയറി അപ്പുറത്ത് ഈ വാട്ടർഫോൾ തുടങ്ങുന്ന ഭാഗത്ത് ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്തായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഓൾറെഡി അവർ ഇരുമ്പ് വെച്ച് കെട്ടി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിലേ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേ പോയിട്ട് താഴെ കൂടെ കയറി വരാം. നല്ല രസമാണ് കേട്ടോ ഈ പോകുന്ന വഴിയേ. ഇതാണ്ട ഈ ഫേൺസൊക്കെ ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ട്. അതുപോലെ നല്ല പച്ച നിറത്തിൽ പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ വഴി കുറച്ച് കുഴപ്പമാണ്. ഇത് നോക്കിക്കോ, കണ്ടോ, ട്രക്കിംഗ് റൂട്ട് പോലെയാണ്. ഫുള്ള് ഈ നീരുറവുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ചെളി പിടിക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം ഫോം ചെയ്യണ ആ ഒരു റിവറിൻ്റെ പേരെന്ന് പറയുന്നത്, റിവറല്ല, അതൊരു സ്ട്രീമാണ്. അതിൻ്റെ പേര് ഏറ ബക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 720 മീറ്റർ ഹൈറ്റുള്ള ഒരു മലയുണ്ട്. ടൈബാരോ ഡോഡ് എന്നാണ് ആ മൗണ്ടൻ്റെ പേര്. അത് ഏകദേശം 720 മീറ്റർ ഹൈറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രീം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇത്രയും ദൂരം ഇത് സഞ്ചരിച്ച് വന്ന് ഈ വെള്ളച്ചാട്ടമായിട്ട് ഈ സ്ഥലത്ത് വെച്ച് അത് ഫോം ചെയ്യുന്നത്. ജംപ് 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 ജംപ്. ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രിഡ്ജിലെത്തും. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് പോയാൽ അവിടെ നിന്ന് ഒരു ട്രക്കിംഗ് പാത്ത് പോലെയാണ്. അങ്ങനെ നമുക്ക് ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം. വഴി ഫുള്ള് നനഞ്ഞ് കിടക്കണം കേട്ടോ. നല്ല സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജ് അല്ലാതെ ആ വഴി കൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ നമ്മൾ നേരെ എത്തണത് ഈ സ്ഥലത്താണ്. ഇത് ഇവിടെ നിന്നാണ് ഈ സ്ട്രീം വരുന്ന വഴിയാണിത്. വരാം, നമുക്ക് രണ്ട് വഴിയും പോവാം. നമുക്ക് എന്തായാലും ഇതിലേ ഇറങ്ങിയിട്ട് ആ ബ്രിഡ്ജ് കൂടെ തിരിച്ച് കയറിപ്പോം. ഈ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുന്നുണ്ടോ. ഈ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണത്. കണ്ടോ, ഇവിടെ നീ വെള്ളം ഇങ്ങനെ പോയിട്ട് അവിടെ വെച്ച് ആ രണ്ട് പാറകളുടെ ഇടയിൽ കൂടെയാണ് ഇത് താഴേക്ക് ഒഴുകുന്നത്. അപ്പോൾ അവിടെയാണ് ആ ബ്രിഡ്ജ് ഉള്ളതും. അതിൻ്റെ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ അടിയിലൂടെ പോയിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ആ സ്ട്രീം വരുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി പോയി നോക്കാം കേട്ടോ. എൻ്റെ അമ്മ, കല്ലെല്ലാം ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ തെന്നുന്നുണ്ട്.
സ്ഥലം കണ്ട ഫുള്ള് കല്ലടുക്കി ഇട്ടേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ട്, ഈ മരത്തിൻ്റെ വേരിലാണ് ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കല്ലുകളൊക്കെ. ശരിക്കും ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ പാലരുവിയൊക്കെയില്ലേ, നമ്മുടെ തെന്മല ടൂറിസത്തിൻ്റെ പാർട്ടായിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ വന്ന് നിൽക്കുന്ന അതുപോലത്തെ ഒരു സ്ഥലമാണ്. കാണിച്ചു തരാം. വഴികളിങ്ങനെ പല സ്ഥലത്തേക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് കണ്ടോ മുകളിലേക്കൊരു വഴി, ഇങ്ങനെ താഴേക്ക്. ഇതിലേതാണ് നമ്മൾ പോകേണ്ടതെന്നറിയില്ല. ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം ചുറ്റാതെ റിവർ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ എവിടെയും കൊണ്ടിട്ട് ഈ റൂട്ടെന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഈ മലയുടെ ഈ ഇടതുവശത്തൂടെ ഇങ്ങനെ കയറി അതിൻ്റെ മുകളിലോട്ട് പോകണം കേട്ടോ. ഇങ്ങോട്ട് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ കയറി പോണത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മറുവശത്തൂടെ, അതായത് ലേക്കിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ മറുവശത്തൂടെ താഴേക്ക് ഇറങ്ങും. അങ്ങനെ നടന്ന് ഏകദേശം മുകളിൽ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എത്തുമ്പോൾ കണ്ടോ അവിടെയായിട്ട് വീണ്ടും ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചാണ് നമ്മൾ ഈ സ്ട്രീമിനെ ക്രോസ് ചെയ്തിട്ട് മറുവശത്തേക്കുള്ള വഴിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, ഈ ബ്രിഡ്ജ് വഴിയേ പോകുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും ഒരു ട്രക്കിംഗ് റൂട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതോടെ നമുക്ക് കണ്ടിട്ട് അത് കയറി പോവാം. വാ, അടിപൊളി. ഇത്രയും ദൂരം കയറി വരുമ്പോൾ നമ്മൾ ശരിക്കും തളരും. പക്ഷേ അതുകൊണ്ട് ആരും അവസാനിപ്പിക്കരുത് കേട്ടോ. കാരണം നമ്മൾ കുറച്ചിങ്ങോട്ട്, അത് ആ ബ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മീറ്റർ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഈ പാലത്തിൻ്റെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാവണം കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല താഴ്ചയിലാണത്. ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു വഴിയായി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് കണ്ടോ മുകളിലേക്ക് വീണ്ടും ഇങ്ങനെ ഒരു കയറ്റമാണ്. ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല, ഇത്രയും കയറിയിട്ടാണ് നമ്മൾ ഇനി മറു സൈഡിലേക്ക് പോണേ. നിനക്ക് എങ്ങനെയുണ്ട്? വേറെ പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ ഭയങ്കര കയറാൻ പറ്റാത്ത റൂട്ടൊന്നുമില്ല. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൂസിന് ഉറക്കം ശരിയായില്ല, അപ്പൊ താഴെ ഇറങ്ങി നടക്കുന്നില്ല. അപ്പൊ ഇനി ഇത്രയും ദൂരം ഞാൻ ഇനി അവളെയും ക്യാരി ചെയ്തുകൊണ്ട് പോകണം. ഓ, ഇവിടെ അങ്ങോട്ട് നല്ല കാര്യമാണ് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദൂരം ചെന്നിട്ടേ അവളെ നിർത്തിക്കോ, ഞാൻ എടുക്കാം. ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല കേട്ടോ. അമ്മേ നടന്നപ്പോൾ തന്നെ തളർന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരം ഞാൻ ഈ നമ്മൂസിനെ കൈമാറാം. വാടാ അമ്പ. ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല, കുറച്ച് ദൂരം സ്ട്രെയിറ്റ് ആണ്. ഇറക്കമല്ല, സ്ട്രെയിറ്റ് ആണ്. പിന്നെ അവിടെ ചെന്നിട്ട് താഴേക്ക് ഇനി ഇറക്കുമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ദൂരം വരെയും സ്ട്രെയിറ്റ് റോഡ്സാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഷൂസൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഷൂസ് ഇല്ലാതൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കൂർത്ത കല്ലുകളുണ്ട്. അതുപോലെ തന്നെ പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ നമ്മൾ വീഴാനുള്ള ചാൻസും ഉണ്ട്. ഈ ഐറ ഫാൾസ് ഉള്ളതേ കംബ്രിയയിലെ മാറ്റർഡെയിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇത് കുറേ ദൂരം വരെ ചെന്ന് സഞ്ചരിച്ചിട്ട് അവസാനം ഉൾസ്വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേക്കുണ്ട്, ഉൾസ്വാട്ടർ ലേക്കുണ്ട്. അതിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് സമാധാനമായി. നമ്മൾ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്ട്രീം ക്രോസ് ചെയ്തിട്ടേ എൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് വാട്ടർഫോൾസിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ നേരത്തെ നടന്നു പോയ ആ വഴിയിലൂടെ ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കാണിച്ചു തരാം. ഇത് ശരിക്കും ഇവിടെ ഉള്ള എല്ലാ ലേക്കിലും ഒരു തരം ബ്ലാക്ക് കളറിലാണ് എല്ലാം കാണുന്നത്. ഇത് കണ്ടോ, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. അതെന്താണ് അതിൻ്റെ റീസൺ എന്നറിയില്ല. ഏത് ലേക്ക് എടുത്ത് നോക്കിയാലും ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കളറിലായിരിക്കും കാണുക. ഈ ലേക്ക് ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു മിനി സ്കോട്ട്ലാൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം സ്കോട്ട്ലാൻഡിൻ്റെ അതുപോലെ അത്രയും വലിപ്പമുള്ള വ്യൂസ് അല്ലെങ്കിലും ഏകദേശം അതുപോലെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കംബ്രിയ എന്ന് പറയുന്ന സ്ഥലമല്ലേ, ഇതെല്ലാം വിൻ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളും കൂടെയാണ്. കുട്ടികളൊക്കെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ കാണിച്ചൊരു സ്ഥലമല്ലേ, അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിലേ ഇറങ്ങി വന്ന് ഇതിലേ ക്രോസ് ചെയ്യാമായിരുന്നു. ഞങ്ങളിപ്പോൾ പോയതുപോലെ അത്രയും മുകളിൽ കയറി പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് നമുക്കിട്ടേയും കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി വന്നത്. അയ്യോ, അങ്ങനെ വീണ്ടും എൻ്റെ ടേണായിട്ടുണ്ട്. എടാ നമ്മി, നീ ഒന്ന് ഇറങ്ങി നടടാ. നടക്കുമോ? വേണ്ടേ? നടക്ക വേണ്ടാത്. ഇതുള്ളൂ. ഇത് കണ്ടോ, ആ ഒരു പാലം സെറ്റ് ചെയ്യിക്കുന്നുണ്ടോ, സ്ലേറ്റ് കല്ല് വെച്ചിട്ടാണ്.
ഉള്ളയില്ല. അല്ല, ഇതെല്ലാം ചെറിയ കൈവഴികളാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നെല്ലാം സ്ട്രീംസ് ഉണ്ടായിട്ട് ഇതിൽ വരും. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു എന്താണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഫെയറി ടെയിൽ അങ്ങനെയുള്ള ഫോറസ്റ്റുകൾ, എൻചാൻറ്റഡ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ നടക്കുന്ന ഫീലാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ കല്ലിലെല്ലാം ഫുൾ ആ പായലാണ്. പായൽ കല്ല് മാത്രമല്ല, ഇതുണ്ട് ഈ മരങ്ങളിലും എല്ലാത്തിലും പായലാണ്. അപ്പോൾ ഈ വിൻ്റർ ടൈമൊക്കെ ആകുമ്പോൾ ഇതിലെല്ലാത്തിലും ഐസ് വന്ന് നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ. അപ്പോൾ ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ടോ, ആ വഴിയിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോയത്. നമുക്ക് ഈ സൈഡിൽ അങ്ങനെ ക്രോസ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ട്രക്ക് ചെയ്യാൻ പോയതുകൊണ്ടാണ് കറങ്ങി വരേണ്ടി വന്നത്. താഴെ ഇറങ്ങണം, ഇനി താഴേക്ക് പോകണം വീണ്ടും, എന്നിട്ട് വീണ്ടും ഒരു കയറ്റം കയറണം തിരിച്ച് കാർ പാർക്കിൽ പോകാൻ. ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തതല്ലേ. ഫുള്ള് കല്ലാണ്, കല്ല് അടുക്കി അങ്ങനെ കല്ല് കോർത്ത് വെച്ചിട്ടാണ് അത് നിൽക്കണത്. ഈ ബ്രിഡ്ജ് ശരിക്കും ഒരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ നിന്നുള്ള ആ വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലൊരു വ്യൂ ആണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമ്മുടെ നോർമൽ ക്യാമറയിലും 360 വ്യൂവിലും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ താഴോട്ട് നടന്നിറങ്ങുകയാണേ. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഭയങ്കര സ്റ്റീപ്പാണ് വഴി. ഇവിടെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിലെ വഴിയുണ്ട്. ഇറങ്ങാം, ഞാനിവിടെ പിടിച്ചോളാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് മറുവശത്ത് കണ്ട ആ ഇരുമ്പ് സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്ന ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കിട്ടൂല, നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ എത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ നടക്കും തോന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു പാർക്കിംഗ് ടൈം ഒരു 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാര്യം ഇത്രയും ദൂരം നമുക്കിനി തിരിച്ചു കയറി പോകാനുള്ളതാണ്. കിടില വഴിയല്ലേ. സ്ലേറ്റ് അതാണ്, അത് കല്ലുകളെല്ലാം ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കണേ. നമ്മൾ നേരത്തെ മുകളിലൊരു സ്ലേറ്റ് ബ്രിഡ്ജ് കണ്ടില്ലേ, അപ്പോൾ അതുപോലെ ഒരെണ്ണം ഇവിടെ താഴെയും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ അതിലോട്ടാണ് കയറാൻ പോണേ. ഇത് വെള്ളം താഴെ പതിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കുളം പോലെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡല്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കും വാട്ടർഫോൾ കാണാൻ പോണേ. നമ്മളിപ്പോൾ നടന്നു വന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇതിലെ നടന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുന്നത്. ഇതാണ് അൾട്ടിമേറ്റ് പോയിന്റ് അല്ലേ. ഇവിടെ നിന്നാലാണ് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ ബ്രിഡ്ജ്. അതിൻ്റെ അടിയിലൂടെ ഈ വെള്ളം വരുന്നത്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ വന്നതെന്ന് കണ്ട സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഈ വഴിക്കാണ്. ഇവിടെ നിന്ന് വന്ന് ഇത് നമ്മൾ ജസ്റ്റ് കണ്ട് ഈ വഴി കയറി മുകളിൽ കൂടെ പോയി മലയെല്ലാം കയറി ഇറങ്ങി ആ വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് കണ്ട ശേഷമാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നത്. ഇത് കണ്ടോ, ഇവന് രോമം മുളച്ച് വരുന്നേ ഉള്ളൂ. അതോ ഈ ചെമ്മരിയാടിൻ്റെ രോമം ഷേവ് ചെയ്തെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ,
അത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണെന്നറിയില്ല. ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഒരുപാട് ആടുകളെല്ലാം ഇങ്ങനെയാണ്, ഒന്നും രോമം കാണാനില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ കാറിൽ വരുമ്പോൾ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ 2 കാർ പാർക്കുണ്ട്. അപ്പോൾ അതിൽ ഏത് കാർ പാർക്കിൽ ഇട്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾ ട്രക്ക് ചെയ്ത് പോയി ഇത് കാണാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എടുക്കണം. കാരണം 2 മണിക്കൂർ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നു, പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ഇതിന് തന്നെ ഏകദേശം 5 പൗണ്ട് 10 പെൻസായിരുന്നു നമുക്ക് ചാർജ് ചെയ്തത്. പക്ഷേ രണ്ടാമത് വീണ്ടും ഒരു 30 മിനിറ്റ് കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് പോലും വീണ്ടും സെയിം ചാർജായി. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട്, അതായത് ഈ ലേക്ക് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഈ പെൻട്രിത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. കാരണം അതൊരു വണ്ടർഫുൾ ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ട്രക്കിംഗ് പ്ലസ് ഒരു വാട്ടർഫോളിൻ്റെ ഒരു കിടിലം വ്യൂ കിട്ടുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.